Hey guys, welcome to our YouTube channel. So, ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഒട്ടും ലെങ്തി ആക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യത്തിലേക്കും പോകുന്നില്ല. നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആസ് ദ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ക്ലെൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കഴിയുന്നതും മോർണിംഗിൽ നമ്മൾ ജെൻറൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഓൾറെഡി നമ്മൾ ഫേസൊക്കെ ക്ലെൻസ് ചെയ്ത് നമ്മൾ ഫേസിൽ ഉള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത്. സോ മോർണിംഗിൽ നമുക്കൊരു ജെൻറൽ ക്ലെൻസറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി ഫോമിംഗ് ക്ലെൻസർ ആയാലും കുഴപ്പമില്ല. ഫോമിംഗ് ക്ലെൻസർ യൂസ് ചെയ്യുന്നവർ അധികം ഹാർഡായിട്ട് ഉറയ്ക്കാണ്ട് വന്നാൽ മതി. ഞാൻ 2 ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. റൈസ് വാട്ടറിൻ്റെ ഒരു ക്ലെൻസറും അതുപോലെ തന്നെ ഈ ഡെർമാക്കോൻ്റെ ഒരു ക്ലെൻസറും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡെർമാക്കോൻ്റെ ക്ലെൻസർ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടോണറാണ്. ടോണർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എസെൻഷ്യൽ ആണോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ബേസിക് സ്കിൻ കെയർ, അതായത് സ്കിൻ കെയർ ബിഗിനേഴ്സൊക്കെ ഇത് യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഫേസ് ക്ലെൻസർ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്ര മതി. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ടോണർ സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റോസ് വാട്ടർ ആട്ടോ. റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് റൈസ് വാട്ടർ അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടോണേഴ്സ് ഉണ്ട്. കുക്കുംബറിൻ്റെ അതുപോലെ തന്നെ റൈസ് വാട്ടറിൻ്റെ ഏത് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടോണർ പ്രിപ്പയർ ചെയ്യും. ക്ലെൻസറും ടോണറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിറം യൂസ് ചെയ്യുക. സിറം നിങ്ങളുടെ സ്കിന്നിന് എന്താണോ പ്രശ്നം നോക്കുക, അതായത് ആക്നി ആണോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണോ എന്താണ് പ്രശ്നം നോക്കിയിട്ട് അതിനുള്ള സിറം യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി സിറമാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു സിറമാണ് വൈറ്റമിൻ സി സിറം. അതന്നെ സിറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്തു. ടോണർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ടോണർ ഒന്ന് ഫേസിൽ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. നല്ലപോലെ ഫേസിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ സിറം അപ്ലൈ ചെയ്യുക. എഗെയിൻ നമ്മുടെ സ്കിന്നിൻ്റെ എന്താണോ പ്രശ്നം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സിറം പർച്ചേസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. പക്ഷേ 1-2 ദിവസം കൊണ്ട് കാണാൻ പറ്റില്ല. എന്തായാലും ഒരു 2 വീക്സിൻ്റെ അപ്പുറം എടുക്കും. സോ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോവുക. ആൻഡ് നെക്സ്റ്റ് ഇസ് മോയ്സ്ചറൈസർ. നമ്മൾ സിറം അപ്ലൈ ചെയ്ത് സിറം ഇതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഒന്നായിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഉണങ്ങാൻ ടൈം കൊടുത്ത് ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. സ്കിൻ കെയറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും, അത് ഷുവറാണ്. പക്ഷേ നിങ്ങൾ 1-2 ദിവസം കൊണ്ട് റിസൾട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇരിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോയാൽ അതാത് പ്രൊഡക്റ്റ് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കാണിച്ചു തുടങ്ങും. നിങ്ങളുടെ സ്കിന്നിന് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും അത് കാണിച്ചു തുടങ്ങും. ട്വൈസ് എ ഡേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതായത് രാവിലെയും രാത്രിയും നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുമ്പോഴും നൈറ്റ് സ്കിൻ കെയർ ചെയ്യുമ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ മോർണിംഗ് ഇപ്പോൾ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെറുതെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സൺസ്ക്രീൻ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, പുറത്തൊന്നും ഇരിക്കുന്നില്ലല്ലോ, പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ സൺസ്ക്രീൻ്റെ ആവശ്യമില്ലല്ലോ, സൺസ്ക്രീൻ ഇടണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിചാരം മാത്രമാണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ പകൽ സമയം നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇടുക. അതായത് നമ്മൾ പുറത്ത് പോകുന്ന അത്ര എമൗണ്ട് ഇടണമെന്നില്ല, പക്ഷേ നമ്മുടെ ഫേസ് ഒന്ന് ഫുള്ള് കവർ ആവുന്ന പോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ മസ്റ്റാണ്. സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാൻ മതിയാവും. 2 ഫിംഗർ റൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ 3 ഫിംഗർ റൂൾ വെച്ചിട്ടോ. ഇനി അങ്ങനെ തന്നെ ഇടണം എന്നില്ല. നമ്മുടെ ഫേസിൽ മൊത്തം ഡോട്ട് ആക്കിയിട്ട് ഫേസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് രാവിലെ സൺസ്ക്രീൻ ഇട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അപ്ലൈ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക് വാങ്ങുക. എന്നിട്ട് ഒരു ബാഗിൽ കീപ്പ് ചെയ്താൽ മതി. നമ്മൾ പുറത്ത് പോകുമ്പം റീഅപ്ലൈ എവറി 2 hours കഴിയുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. ലിപ് ബാം ഇതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ പോലെ തന്നെ നമ്മൾ മോർണിംഗിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു SPF ഉള്ള ലിപ് ബാം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിനും ടാന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ഒരു SPF ഉള്ള ടിൻറ്റഡ് ലിപ് ബാമാണ്. നല്ല അടിപൊളി സാധനമാണ്. ഇത് അധികം നേരം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നല്ല വർക്കിംഗ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ SPF ഉള്ള ലിപ് ബാം ഉള്ളത് അത് യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.